49 ദിവസവും രാവിലെയും വൈകുന്നേരവും എന്നെ 2 മണിക്കൂർ നേരം ഗംഗയിൽ കുളിക്കുമായിരുന്നു. നാട്ടിലെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ധാരാളമായി കൂടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടയം കാച്ചാനി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് പുന്നാംകോണം ശ്രീ ഭഗവതി ക്ഷേത്രം. പുന്നാംകോണം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവം 2025 ഏപ്രിൽ 22, 23, 24 തീയതികളിൽ ആചാരവിധിപ്രകാരം ക്ഷേത്രതന്ത്രി കുന്നൂർശാല കിഴക്കേ നീലമന ഇല്ലത്തിൽ ശ്രീ മാധവൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും പുന്നാംകോണം ശ്രീ ഭഗവതി ക്ഷേത്ര ഉത്സവ ഓഡിറ്റോറിയത്തിലേക്ക്
ഹർദമായി സ്വാഗതം ചെയ്യുന്നു. നാടക അഭിനയ രംഗത്ത്, സിനിമാ സീരിയൽ രംഗത്ത് റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീ നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ സാറിനെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഹർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഇവിടെ വന്നതിന് ശേഷം തന്നെ പ്രദേശത്ത് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ക്ഷേത്രക്കുളം നവീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പഴമക്കാർ ചെയ്തു വെച്ച ജംഗ്ഷനിൽ ചെയ്യുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള വഴിയമ്പലം, ഇങ്ങനെ ഒട്ടനവധി മാതൃകകൾ ഉള്ള ഒരു അമ്പലമാണ് പുന്നാംകോണം ശ്രീ ഭഗവതി ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും വിദ്യാഭ്യാസ സഹായവും നൽകി വരുന്നു. അതിപ്പോഴും തുടർന്നു വരുന്നു. പ്രസിഡന്റ് ശ്രീ മോഹൻകുമാർ അവർകളെയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത്, നമ്മുടെ വേദിയിൽ കൃത്യം 6:30 പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് 10 മിനിറ്റ് മുമ്പേ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ സാർ അവർകളാണ്. അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളും. അടുത്തതായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, റോഡായാലും കുടിവെള്ളമായാലും ഇലക്ട്രിസിറ്റി ആയാലും എന്ത് കാര്യത്തിനും വിളിച്ചു പറഞ്ഞാൽ ഒരു വിളിപ്പാടകല് എന്നുള്ളതുപോലെ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരൻ നന്ദഭാർഗവനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ നെയ്യാറ്റിൻകര മെഡിസിറ്റി ഇവിടെ PR ഇവിടെ എത്തിയിട്ടുണ്ട്, സരൺ ശിവൻ. അദ്ദേഹം വളരെയേറെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്ത് നമ്മുടെ ഒരു 10 മിനിറ്റിനകം തന്നെ നമ്മളെ IPS P വിജയൻ സാർ അവർ ഇവിടെ എത്തിച്ചേർന്നാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാച്ചാടി വാർഡ് കൗൺസിലർ, നമ്മുടെ പ്രവർത്തനങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയോടും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തനത്തിനുമൊക്കെ മാതൃകാപരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാച്ചാടി വാർഡ് കൗൺസിലർ ശ്രീമതി രമ അവർകളാണ്. ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്യാവശ്യമായിട്ട് പോയാണ്. ഈ വേദിയിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ആ മഹത് വ്യക്തിത്വത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബാക്കി ഇവിടെ കൂടിയിട്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്ന മഹത് വ്യക്തികൾ ഉണ്ട്, പ്രദേശവാസികളുണ്ട്, ക്ഷേത്ര കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ, ഇവിടെ കൂടിയിട്ടുള്ള മഹത് വ്യക്തികളെ എല്ലാവരെയും ഞാൻ ഒറ്റവാക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭക്തജനങ്ങളെ, പുരാതനവും പ്രസിദ്ധവുമായ പുന്നാംകോണം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ADGP വിജയ് സാർ, ലഹരി വിരുദ്ധ ക്ലാസ് നയിക്കാൻ വന്ന ശ്രീ കൃഷ്ണൻ നായർ സാർ, സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബീന, ഇവർ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാച്ചാണി വാർഡ് കൗൺസിലർ ശ്രീമതി രമ എന്നിവർ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെട്ടയൻ വാർഡ് കൗൺസിലർ നന്ദഭാർഗവ്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി രവീന്ദ്രൻ നായർ, ഉത്സവ കൺവീനർ ജയകുമാർ, ട്രഷറർ സന്തോഷ് കുമാർ, ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ ലാൽകുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, എൻ്റെ നമസ്കാരം. നാടകാഭിനയത്തിൽ നിന്നും സിനിമാ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്ന റിട്ടയർഡ് അധ്യാപകനായ ശ്രീ നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ സാറിനെ നിങ്ങളെവരുടെയും അനുവാദത്തോടുകൂടി ആശംസാ പ്രസംഗം അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമയത്ത് കുറഞ്ഞത് ഒരു 10,000 സാംസ്കാരിക സമ്മേളനങ്ങളെങ്കിലും ഇപ്പോൾ നടക്കുന്നുണ്ടാവും. ഈ സമയത്തിന് മുമ്പ് അതുപോലെ എത്രയോ 1000 സാംസ്കാരിക സമ്മേളനങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേട്ടിരുന്ന നമ്മളെല്ലാവരും നാളെ മുതൽ സംസ്കാര സമ്പന്നരായിട്ട് ഇവിടെ ജീവിക്കാൻ തയ്യാറെടുക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ഇത് തന്നെയാണ് പൊടിയും തട്ടി എണീറ്റ് പോകുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത്.
തിരിച്ചറിവ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ കർമ്മം എന്ന് പറയുന്നത്. തൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയുക. രണ്ട് വാക്ക് സംസാരിക്കാൻ അനുവാദം തന്ന, അവസരം തന്ന ഈ ക്ഷേത്ര ഭാരവാഹികളോട് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നാട്ടുകാർ വളരെ സ്നേഹത്തോടും സമാധാനത്തോടും ഭക്തിയോടും ഒക്കെ ജീവിക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾ പണി തന്നെ ഉണ്ടാവാനും സാധ്യതയില്ല. പോലീസ് സ്റ്റേഷനുകൾ അടച്ചു പൂട്ടുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ടും അറിയില്ല, നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ധാരാളമായി കൂടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂടുന്നുണ്ട്. ഒരു ഭാഗത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ വളരെ വളരെ കൂടുന്നുണ്ട്. മറുഭാഗത്ത് ഞങ്ങളുടെ ജയിലുകളുടെ എണ്ണവും ജയിലിലുള്ള ആളുകളുടെ എണ്ണവും കൂടുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പാടുന്നതല്ല ശരിക്കും. കാരണം എന്താണ്, നമ്മൾ ആത്മീയമായിട്ട് വലിയ പ്രാപ്യം വന്നിരിക്കുന്ന ആളാണെങ്കിൽ, ഉയർച്ച സംഭവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ. നമ്മൾ പരമമായിരിക്കുന്ന ദൈവത്തെയാണ് അന്വേഷിച്ചു പോകുന്നതെങ്കിൽ, അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എന്തായി മാറുന്നു? നമ്മൾ തത്വമസിയുടെയും അതുപോലെ തന്നെ അദ്വൈതത്തിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് എത്തണ്ടേ. അതായത് ഈ പറയുന്ന, ഞാൻ ശബരിമലയിൽ ഒരു 9 കൊല്ലം അവിടുത്തെ പോലീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ 6,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ക്രമസമാധാനത്തിനും ക്യൂ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് നിർത്തും. ഇനി 9 കൊല്ലക്കാലം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് എൻ്റെ ലീഡറായിട്ട്. ശബരിമലയിൽ ഓരോ വർഷം ഒരുപാട് ആളുകൾ കൂടി വരുന്നുണ്ട്. അവിടെ പോകുന്ന ആളുകളെല്ലാം തന്നെ അവിടെ വെച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട്. നമ്മളൊരു 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് നമ്മളിലുള്ള ആത്മചൈതന്യത്തെ, അതിൻ്റെ മേലിരിക്കുന്ന മാറാലുകളും ആവരണങ്ങളൊക്കെ മാറ്റി സ്ഫുടം ചെയ്ത് നമ്മൾ 18 പടിയൊക്കെ പടി കയറിയിട്ട് പിന്നെ നമുക്കൊരു അല്പസമയം പോലീസുകാർ വലിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് നമ്മൾ ശരണം വിളിയുടെ ഇടയിലൂടെ കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട്. എന്താണ്? നിങ്ങൾ തത്വമസി എന്നുള്ളതാണ് ആ ബോർഡ്. തത്വമസിക്ക് അർത്ഥം നിങ്ങൾ അന്വേഷിക്കുന്നവൻ ആരാണോ അത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഹരിദ്വാറിലായിരുന്നു ഒരു ഇലക്ഷൻ്റെ ഡ്യൂട്ടിയായിട്ട്. ഞാൻ 2 ദിവസം കുറേ ദിവസം നമ്മൾ ഗംഗയിൽ മുങ്ങി. അതിനു മുമ്പ് UP-യിൽ ഒരു 60 ദിവസം ഞാൻ ഇലക്ഷൻ്റെ ചാർജായിട്ട് ഏകദേശം 6000 കിലോമീറ്റർ യാത്ര ചെയ്തു. അതിൽ 49 ദിവസവും രാവിലെയും വൈകുന്നേരവും എന്നെ 2 മണിക്കൂർ നേരം ഗംഗയിൽ കുളിക്കുമായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പാവങ്ങളുണ്ടെങ്കിൽ മുഴുങ്ങി തീർന്ന് പൊറിക്കോട്ടെ എന്ന്. ഞാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും അത് മറ്റു മതസ്ഥരുടെ സന്ദർശിക്കാനിടയിൽ ഞാൻ എല്ലാ വർഷവും ശബരിമലയിൽ 41 ദിവസം വ്രതമെടുത്ത് പോകാറുണ്ട്. ഞാൻ അല്ലാതെ പോകാറുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എല്ലാ മാസത്തിലും ഗുരുവായൂർ പോകാറുണ്ട്. മണികണ്ഠേശ്വര അമ്പലത്തിൻ്റെ സ്ഥിരമായിരിക്കുന്നു പോകുന്ന ആളാണ്. പക്ഷെ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്നിൽ ഈ പറയുന്ന അഖിലവും ഒന്ന് തന്നെയാണ്, എല്ലാത്തിൻ്റെ ഒന്ന് തന്നെയാണെന്നുള്ള സാരാംശം എനിക്ക് ഇത്രയും മന്യം നിൽക്കുമല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പുതുവത്സരത്തിൽ നമ്മളെല്ലാവരും എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? രാവിലെ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മളോട് പറയും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും. എൻ്റെ തൃശ്ശൂരിൽ SP വിളിച്ച് എന്നോട് പറഞ്ഞു അതിരാവിലെ തന്നെ, അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആയി കഴിയും. എന്നെ വിളിച്ച് പറഞ്ഞു, നമ്മൾ തൃശ്ശൂർ എന്ന് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക നഗരമാണ്. അതിൽ തന്നെ വടക്കുന്നാഥൻ്റെ തേക്കിൻകാട് മൈതാനമുണ്ട്. തേക്കിൻകാട് മൈതാനത്ത് ഒരു 30 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. കൊന്നിരിക്കുന്നത് 14-15 വയസ്സായ 2 പിള്ളേരാണ്.
നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, ഒരു 14 വയസ്സുകാരൻ ഒരു 2 മണിക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അവൻ എവിടെയോ മൂടിപ്പോച്ച് ആ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നിടത്ത് എങ്ങനെ കൊലപാതകയായി മാറി. അങ്ങനെയും നമ്മൾ ഇതിൻ്റെ കണക്കുകളെടുത്ത് നോക്കുമ്പോൾ ഇവിടെ കൊച്ചുകുട്ടികളുണ്ടായതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. കുട്ടികളുടെ ഇടയിലുണ്ടാകുന്ന ആത്മഹത്യകൾ, കുട്ടികളുണ്ടാകുന്ന അക്രമങ്ങൾ, ഇതൊക്കെ സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വം കുട്ടികളാണോ, അല്ലെങ്കിൽ പിന്നെ വെറും പോലീസുകാരുടെ മാത്രം പ്രശ്നമാണോ, അതല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാവരുടെയും കൂട്ടായിരിക്കുന്ന ഒരു പരാജയമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ എല്ലാ തരത്തിലുള്ള എളിമയും എല്ലാ തരത്തിലുള്ള അഹങ്കാരവും ഇല്ലായ്മയും ഉണ്ടായിത്തീരും. അപ്പോൾ നമ്മളൊരു നല്ല ഭക്തനായിത്തീരുമെന്നും നിങ്ങൾക്കൊപ്പം അതിനു വേണ്ടിയാണ് ഞാനും ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഉത്സവ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. പുന്നാങ്കോണം ശ്രീരാഗത്തിൽ ശ്രീ ഉദയകുമാറിന് വേണ്ടി ചികിത്സാ സഹായം ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ADGP ശ്രീ വിജയൻ IPS അവർക്ക് പുന്നാങ്കോണത്തമ്മ പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി അതോടൊപ്പം നിങ്ങൾക്ക് ഏവർക്കും വളരെ നല്ലൊരു ഉത്സവം വരുന്ന ഈ 3 ദിവസം വളരെ നല്ല രീതിയിൽ പുന്നാങ്കോണം ഭാഗത്തും അതോടൊപ്പം കാച്ചാണിയിലും എല്ലാ മേഖലയിലും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. എന്നാൽ കൊണ്ട് ഒരു 62 കുട്ടികൾക്ക് ലഹരിയിൽ നിന്ന് പിന്മാറ്റി നേരായ വഴിയിലേക്ക് നടത്താൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പുന്നാങ്കോണം ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. പുന്നാംകോണം ശ്രീ ഭഗവതിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.